Good morning, everyone. Good morning. How things are going? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. How are you doing? എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. All right. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. ആൻഡ് ഐ ഹോപ്പ് നമുക്ക് ഇന്ന് ഒരു നല്ലൊരു സെഷൻ എടുക്കാൻ വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്, നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്. ഓക്കെ, എത്ര മണിക്ക് എണീറ്റു നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ജസ്റ്റ് കമൻറ്റോ. ശരത്, നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രൂപ്പിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യട്ടോ. ഗ്രൂപ്പുകളിലൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഓൾ റൈറ്റ്. സോ 5:30 നസ്രി പറയുന്നു 5:30 ആൻഡ് സുവൈന ഓക്കെ 5:30. ഓക്കെ ഓക്കെ വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കേൾക്കുന്നത് എന്നറിയാം, വരുന്നതെന്നറിയാം. അപ്പം ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെയിൻലി നമ്മളുടെ ലൈഫിൽ ഈ ഒരു വർഷം കടന്നു പോവാണ്, പുതുവർഷം വരാൻ പോവാണ്. 2024 ഈ വർഷം നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അതേപോലെ തന്നെ അതായത് 2024 കിടക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, 2024 കിടക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാം. ചെറിയൊരു സെഷനാണ്, നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നില്ല, നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു പുതുവർഷം അവസാനിക്കാൻ പോകുന്ന ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫിനിഷ് യുവർ അൺഫിനിഷ്ഡ് ബിസിനസ്. ഫിനിഷ് യുവർ അൺഫിനിഷ്ഡ് ബിസിനസ്. നിങ്ങളുടെ ഫിനിഷ് ആവാത്ത ബിസിനസ്സുകൾ. Am I audible? ഞാൻ ഓഡിബിൾ ആണോ? കറക്റ്റായിട്ട് ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഒരു വിശ്വാസത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ക്ലാസ് എടുക്കുന്ന സെഷൻ എടുക്കുന്നത്. ഓഡിബിൾ ആണോ? ഓക്കെ, വെരി ഗുഡ്. ഫിനിഷ് യുവർ അൺഫിനിഷ്ഡ് ബിസിനസ്. നിങ്ങളുടെ ഫിനിഷ് ആവാതെ കിടക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. അതെന്ത് ചെയ്യണം? ഫിനിഷ് ചെയ്യണം. നിങ്ങൾ തുടങ്ങി വെച്ച, അല്ലെ, 2025 തുടങ്ങിയപ്പോൾ, 2024 തുടങ്ങിയപ്പോൾ എന്തൊക്കെയോ സ്റ്റാർട്ട് ചെയ്തിരുന്നല്ലേ? ഈ കഴിഞ്ഞ വർഷത്തിൽ എന്തൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്? എന്തൊക്കെ ചെയ്യുമെന്നാണ് പറഞ്ഞത്? എന്തെല്ലാമാണ് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞത്? അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കാം ആൻഡ് ഗോ ബാക്ക് ടു ഇറ്റ്. ചിലപ്പോൾ കഴിഞ്ഞ 2024 നിങ്ങൾ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടോ? ആരോടെങ്കിലും വല്ല പ്രശ്നത്തിലേക്കും പോയിട്ടുണ്ടോ? ക്ലിയർ ദാറ്റ് ഔട്ട്. നിങ്ങൾ ആർക്കെങ്കിലും സാമ്പത്തികമായിട്ട് കടങ്ങൾ കൊടുക്കാറുണ്ടോ? സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ? പെൻഡിങ് ഉണ്ടോ? ക്ലിയർ ദാറ്റ് ഔട്ട്. നിങ്ങൾ ആർക്കെങ്കിലും, അപ്പോൾ ഇങ്ങനെ അൺഫിനിഷ്ഡ് ആയിട്ട് ഈ ഒരു വർഷം കടന്നു പോകുമ്പോൾ അൺഫിനിഷ്ഡ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഈ ഒരു വർഷത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതെ ബാക്കി വെച്ചത്, വായിക്കുമെന്ന് പറഞ്ഞിട്ട് വായിക്കാതെ വെച്ച പുസ്തകമുണ്ടോ? അല്ലെങ്കിൽ വായിച്ചിട്ട് പകുതിയായിട്ടുള്ള പുസ്തകമുണ്ടോ? ഫിനിഷ് ദാറ്റ്. This is an opportunity. Ending year is an opportunity to close what is open. ഓപ്പൺ ആയി കിടക്കുന്നത് എന്താണ്, അത് ക്ലോസ് ചെയ്യാനുള്ള, ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ. സോ പ്ലീസ് യൂസ് ഇറ്റ്. നമുക്കത് ചെയ്തുകൂടെ? അപ്പോൾ ഒരു ലിസ്റ്റ് എഴുതി, നിങ്ങൾ ലിസ്റ്റ് എഴുതുക. വാട്ട് ആർ ദ തിങ്സ് നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ്? ലിസ്റ്റ് ഔട്ട് ലിസ്റ്റ് ഓഫ് മൈ അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് എഴുതിക്കോ. ലിസ്റ്റ് ഓഫ് മൈ അൺഫിനിഷ്ഡ് ബിസിനസ്. അൺഫിനിഷ്ഡ് ആയി കിടക്കുന്ന ബിസിനസ്സുകളാണ് എൻ്റെ. ബിസിനസ് എന്ന് പറയുന്നത് ജസ്റ്റ് എന്താ പറയുക, തിങ്സ് എന്നേ അർത്ഥമുള്ളൂ കേട്ടോ. അവിടെ കുറച്ച് കാര്യങ്ങൾ എന്നേ അർത്ഥമുള്ളൂ. സോ റൈറ്റ് ഡൗൺ എന്തെല്ലാം കാര്യങ്ങളാണ് അൺഫിനിഷ്ഡ് ആയിട്ട് കിടക്കുന്നത്. റൈറ്റ് ഇറ്റ് ഡൗൺ. അൺഫിനിഷ്ഡ് ആയിട്ട് കിടക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്.
ഓക്കെ, അതെല്ലാം നിങ്ങളൊന്ന് എഴുതി വെക്കുക. എന്തൊക്കെയാണുള്ളത്? ഉണ്ടോ? ആർക്കൊക്കെ എന്തൊക്കെ കിട്ടി? ഒന്ന് ഓർത്തു നോക്കിയേ. ഒരിക്കലും നമുക്ക് നമ്മളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. ഈ വർഷത്തിൽ നമ്മൾ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ, അതിന് നമ്മളെ സഹായിച്ച കാര്യങ്ങൾ ചിലപ്പോൾ അടുത്ത വർഷത്തിലേക്ക് ചിലപ്പോൾ സഹായിച്ചോളന്നില്ല. അതുപോലെ തന്നെ ഈ വർഷത്തിൽ നമ്മളുടെ സെൽഫ് ഇമേജ് ഉണ്ടാകും. അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. യു ഹാവ് ടു അപ്ഡേറ്റ് യുവർ സെൽഫ് ഇമേജ്. എഴുതി വെച്ചോ, അപ്ഡേറ്റ് മൈ സെൽഫ് ഇമേജ്. അടുത്ത പോയിന്റ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ വർഷം നിങ്ങൾ പലതും സ്റ്റാർട്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാതിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ളൊരു ഇമേജ് ഉണ്ടാവുക, ഞാനൊരു ഫിനിഷ് ചെയ്യുന്ന ആളല്ല, ഐ എം നോട്ട് എ ഫിനിഷർ, ഐ എം ജസ്റ്റ് എ ബിഗിനർ. ഞാനൊരു തുടക്കക്കാരൻ മാത്രമാണ്, തുടങ്ങുന്നവൻ മാത്രമാണ്, ഞാൻ ബിഗിൻ ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ഫിനിഷ് ചെയ്യുന്ന ഒരാളല്ല, കൺസിസ്റ്റൻസി ഇല്ലാത്ത ആളാണ് എന്നൊരു ഫീലിംഗ് ഉണ്ട്. ആ കൺസിസ്റ്റൻസിയുടെ ഇമേജ് നിങ്ങൾക്ക് ഈ വർഷം ഇവിടെ തന്നെ ലീവ് ചെയ്യണം. ബിക്കോസ് യു ആർ ഗെറ്റിംഗ് ഇൻ ടു എ ന്യൂ ഇയർ, പുതിയൊരു വർഷത്തിലേക്ക് കിടക്കാൻ പോകുന്നു. സോ യു നീഡ് എ ന്യൂ ഇമേജ്, an image of finisher. ഫിനിഷ് ചെയ്യുന്ന ഒരാളുടെ ഇമേജ് ആയിട്ട് മാറും. അതിനെന്താ വേണ്ടത്? ഫിനിഷ് ചെയ്യണം. അതിനാണ് ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഹിബ പറയുന്ന കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ള ഫീലിംഗ് എപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഹാവ് എ ഫീലിംഗ് ഓഫ് ഫിനിഷർ. ടു ഹാവ് എ ഫീലിംഗ് ഓഫ് ഫിനിഷർ, എന്ത് ചെയ്യണം? യു ഹാവ് ടു ഫിനിഷ് യുവർ ടാസ്ക്, കംപ്ലീറ്റ് യുവർ ടാസ്ക്. എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ അത് കംപ്ലീറ്റ് ചെയ്യുക. റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, പോയിട്ട് ക്ലിയർ ചെയ്യുക. ഫോർഗീവ്നെസ് കൊടുക്കുക, മാപ്പ് കൊടുക്കുക, വിട്ടുകളയുക, ലെറ്റ് ഗോ ചെയ്യുക. ബി ഫ്രീ. അടുത്ത പോയിന്റ് അതാണ്. ബി ഫ്രീ ഫ്രം ദ പാസ്റ്റ്. പാസ്റ്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രീ ആവുന്നു. കഴിഞ്ഞ വർഷത്തിൽ നിങ്ങൾ ഫ്രീ ആവണം. ബിക്കോസ് ന്യൂ ഇയർ ഈസ് കമ്മിങ്. യു വിൽ നോട്ട് ബി സ്റ്റക്ക് ഇൻ 2024. യു ഹാവ് ടു ബി ഇൻ 2025. 2024 സ്റ്റക്ക് ആയിരിക്കാൻ. യു മസ്റ്റ് അൺസ്റ്റക്ക് യുവർ സെൽഫ്. നിങ്ങൾ എന്ത് ചെയ്യണം? അൺസ്റ്റക്ക് ചെയ്യിക്കണം. നിങ്ങളെ അൺസ്റ്റക്ക് ചെയ്യിക്കുക. ഡോണ്ട് ബി സ്റ്റക്ക് ദെയർ. അപ്പൊ ആർക്കൊക്കെയാണ് ഫോർഗീവ്നെസ് കൊടുക്കാനുള്ളത്? ആരൊക്കെയാണ് നിങ്ങൾ 2024 നിങ്ങളെ വേദനിപ്പിച്ചത്? ഒന്ന് ലിസ്റ്റ് എഴുതിയ. ലിസ്റ്റ് ഔട്ട് ഓൾ ദ പീപ്പിൾസ് നെയിംസ്. നിങ്ങൾ 2024 നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാരുണ്ട്, ഉണ്ടാകും. ഓർത്തെടുക്കുക. എന്നെ ആരും വേദനിപ്പിച്ചില്ല, എനിക്ക് ആരോട് വെറുപ്പൊന്നുമില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വിഷമിച്ച ചെറിയ ചെറിയ സാഹചര്യങ്ങൾ അടക്കമുണ്ട്. 2024 നിങ്ങളെ വിഷമിപ്പിച്ച ആൾക്കാരുടെ ലിസ്റ്റ്, അതിനു മുമ്പുള്ളതും എഴുതാം. എന്തിനാണിത് ചെയ്യേണ്ടത്? ഫോർഗീവ്നെസ് ചെയ്യേണ്ടതിന്റെ കാര്യം, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് അവർക്ക് മാപ്പ് കൊടുക്കേണ്ടതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മാപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് വരില്ല, പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരില്ല, നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടാവില്ല. ട്രസ്റ്റ് ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്രോത്തിന് സ്പീഡ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങളൊരു താന്തോന്നിയായി പോകും. മറ്റുള്ളവരായിട്ട് സഹകരിക്കാൻ കഴിയില്ല, കൊളാബറേഷൻ പറ്റില്ല, അസോസിയേഷൻ കഴിയില്ല, വലിയ റിസ്കുകൾ എടുക്കാൻ കഴിയില്ല. എപ്പോഴും ഭയമുള്ള ഒരാളായിരിക്കും, മറ്റുള്ളവരായിട്ട് ഒത്തുപോകില്ല, നല്ല റിലേഷൻഷിപ്പുകൾ ഉണ്ടാവില്ല, എല്ലായ്പ്പോഴും ഒരു ഒറ്റപ്പെട്ട ഫീലാവും. ആൻഡ് ലൈഫിൽ എപ്പോഴും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയും വരും.
unstuck yourself from the past. Forgiveness practice ചെയ്യണം. You have to know how to forgive. Okay? നെക്സ്റ്റ് വരുന്ന എഴുതി വെച്ചോളൂ, ഒരു ലിസ്റ്റാണ്. സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ഇംപ്രൂവ്, കണ്ടിന്യൂ. 3 ലിസ്റ്റ് ഉണ്ടാക്കണം. സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ഇംപ്രൂവ്, കണ്ടിന്യൂ. ഒന്ന് എഴുതാം. സ്റ്റാർട്ട് എന്നുള്ളതിന്റെ അണ്ടറിൽ നിങ്ങൾ എഴുതുക എന്തെല്ലാം പുതിയ ശീലങ്ങൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ട പുതിയ ശീലങ്ങൾ എന്തൊക്കെയാണ്? പുതിയ ശീലങ്ങൾ എന്തെല്ലാം? അത് എഴുതിയേ, ഇപ്പൊ തന്നെ എഴുതി കഴിഞ്ഞവർ എന്ത് ചെയ്യാം? അതായത് പുതിയ ശീലങ്ങൾ, ഞാൻ വായന പുതിയ ശീലമാണ് അല്ലെ, സ്റ്റാർട്ട് ചെയ്യണം. 5 മണിക്ക് എണീക്കണം, ജിമ്മിൽ പോകണം, വർക്കൗട്ട് ചെയ്യണം. ഞാൻ ജിമ്മിൽ പോകണം, വർക്കൗട്ട് ചെയ്യണം, പ്ലാൻ ചെയ്യണം, റിസ്കുകൾ എടുക്കുന്ന ശീലം വേണം. എന്തൊക്കെ ശീലമാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നെറ്റ്വർക്കിംഗ് ശീലങ്ങൾ വേണം. ആൾക്കാരുടെ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവരെ വിളിക്കുന്ന ശീലം ഉണ്ടാവണം. എനിക്കൊരു വിളിക്കുന്ന ശീലമില്ല. സോ ഐ ഹാവ് ടു സ്റ്റാർട്ട് ദാറ്റ്. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യണം ഇടയ്ക്ക് പോയിട്ട്. ഐ ഡോണ്ട് ഹാവ് ദാറ്റ്. എൻ്റെ റിലേറ്റീവ്സിനെ പോയിട്ട് മീറ്റ് ചെയ്യണം. അങ്ങനെ എന്തോ ആകാം. വായിക്കുന്ന ശീലമാകാം, പുതിയ ശീലങ്ങൾ സ്റ്റാർട്ട്. എന്തൊക്കെ പുതിയ ശീലങ്ങളാണ്? ഒന്ന് എഴുതി കഴിഞ്ഞവർ എന്ത് ചെയ്യുമെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സ്റ്റാർട്ട് എഴുതി കഴിഞ്ഞവർ. രണ്ടെണ്ണം പോരാ, ഒരു 10 എഴുതണം. ഓക്കെ, ഐ വാണ്ട് യു ടു റൈറ്റ് 10. ശരത് ഒരു മ്യൂസിക് പ്ലേ ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, അടുത്ത ലിസ്റ്റ് എന്തൊക്കെ ശീലങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് എഴുതിയില്ലേ? സ്റ്റോപ്പും കൂടെ, അതിൻ്റെ ലിസ്റ്റും കൂടെ. ഏതൊക്കെ ശീലങ്ങൾ നിർത്തണം? ചില ആൾക്കാർക്ക് പുകവലിക്കുന്ന ശീലം ഉണ്ടാകും, മദ്യം കഴിക്കുന്ന ശീലം ഉണ്ടാകും, ഫോൺ വാച്ച് ചെയ്യുന്ന ശീലം ഉണ്ടാകാം, സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ടാവാം, പിന്നെ അങ്ങനെ പലതും ഉണ്ടാവാം. വെറുതെ സമയം കളയുന്ന ശീലം ഉണ്ടാവാം. എന്തൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം? അതേപോലെ നിങ്ങൾ എന്ത് കണ്ടിന്യൂ ചെയ്യണം, അല്ല ഇമ്പ്രൂവ് ചെയ്യണം? ഇപ്പോൾ ഉള്ളതിൽ നിന്ന് കുറച്ചുകൂടെ മികച്ചതാക്കണം. ഇപ്പോൾ നിങ്ങൾ വായിക്കുന്നുണ്ടാവും, ഒന്നുകൂടെ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കണം, കൂടുതൽ പഠിക്കണം, കൂടുതൽ ഉഷാറാവണം, അല്ലെങ്കിൽ കൂടുതൽ എക്സസൈസ് ചെയ്യണം. ഇപ്പോൾ ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്ററായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. എക്സസൈസ് ചെയ്യുന്നുണ്ടാവും, അതൊന്നുകൂടി ഒന്ന് ഉഷാറാക്കണം. അങ്ങനെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. അടുത്തത് കണ്ടിന്യൂ. ഇപ്പം ഉഷാറായിട്ട് ചെയ്യുന്ന കാര്യമുണ്ടോ, അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ടോ? ഒരിക്കലും നിർത്തരുത്. നിർത്താൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഈ 4 ശീലങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പറയാം. പെട്ടെന്ന് വന്നിട്ട് എന്നോട് 3 സൗണ്ട് കുറയ്ക്കും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് സമയം തരാം. സമയം എടുക്കുക, സമയം എടുത്തിട്ട് തന്നെ എഴുതുക കേട്ടോ. റൈറ്റോ? ശബ്ദം കുറച്ച് കുറക്കും. അത് മതി. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, എഴുതി കഴിഞ്ഞവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. കംപ്ലീറ്റ് എഴുതണം കേട്ടോ, കംപ്ലീറ്റ് എഴുതണം. എഴുതി കഴിഞ്ഞവർ എന്ത് ചെയ്യും, ഡൺ എന്ന് കമന്റ് ചെയ്യും. ഓക്കെ, കുറച്ച് ആൾക്കാർ രണ്ടെന്ന് പറഞ്ഞു, ബാക്കിയുള്ളവർ കണ്ടിന്യൂ ചെയ്യാൻ എഴുത്ത്. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഒന്ന് കമന്റ് ചെയ്യാവോ? ആരാണ് നിങ്ങളൊന്ന് മുന്നോട്ട് വന്നിട്ട് എന്ത് ഷെയർ ചെയ്യാം? ആര് ഷെയർ ചെയ്യും? ആരാ റെഡി ഉള്ളത്? നമുക്കൊരു കമ്മ്യൂണിറ്റി പോലെ, ഒരു ഫാമിലി പോലെ ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും, എന്തൊക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും, അതേപോലെ എന്തൊക്കെ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യും. ഒന്ന് വായിക്കാമോ? ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഉമൈബാൻ ഒന്ന് ഷെയർ ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്തിട്ട്. അല്ല, നിങ്ങൾ പെട്ടെന്ന് എഴുതി തീർത്തിട്ടുണ്ട്, ഒന്ന് പറയാമോ? എന്തൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും, എന്തൊക്കെ സ്റ്റോപ്പ് ചെയ്യും? അൺമ്യൂട്ട് ചെയ്തോളൂ, അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലേ? ഓക്കെ, ഞാൻ ഓപ്ഷൻ തന്നിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്തോളൂ, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സർ. ഞാൻ Good morning. സ്റ്റാർട്ട് ചെയ്യാൻ ഗുഡ് മോർണിംഗ്. പുതിയ ശീലങ്ങൾ പിന്നെ കുറച്ചും കൂടി വായന കൂടുതലാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. 5 മണിക്ക് എഴുന്നേൽക്കാറില്ല എപ്പോഴും. അത് എഴുന്നേൽക്കാൻ തുടങ്ങണം. ഓക്കെ, പിന്നെ ഓക്കെ, വർക്കൗട്ട് ചെയ്യണം, റിസ്ക് എടുക്കാൻ ഓക്കെ. തയ്യാറാവണം. പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയ അഡിക്ഷൻ, വെറുതെ സമയം കളയലുണ്ട്, അത് മാറ്റണം. പിന്നെ ഓക്കെ. ഇംപ്രൂവ് ചെയ്യാൻ നോക്കുന്നത് കുറച്ചും കൂടി വായിക്കണം, കൂടുതൽ പഠിക്കാൻ ശ്രമിക്കണം. പിന്നെ കുറച്ച് ഊർജ്ജസ്വലതയോടുകൂടി കാര്യങ്ങളെല്ലാം നടക്കണം. പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് ഇപ്പോൾ ചെയ്യുന്ന ചെറിയൊരു ബിസിനസ് ഉണ്ട്, അത് വളരെ നന്നായിട്ട് ചെയ്യണം. പിന്നെ ബന്ധങ്ങളെല്ലാം നിലനിർത്തണം, എല്ലായിടത്തും പോകണം, സംസാരിക്കണം, പിടിക്കണം. പിന്നെ ചെറിയ പാട്ട്, അതുപോലെയുള്ള ചെറിയ എന്തെങ്കിലും ഉള്ളതെല്ലാം കണ്ടിന്യൂ ചെയ്യണം എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത്, വളരെ നല്ല കാര്യങ്ങൾ, നല്ല ചെറുതായിട്ടുള്ള വളരെ നല്ല കാര്യങ്ങൾ. ഇതിലേക്ക് തന്നെ കുറച്ചുകൂടെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങൾ നമ്മളുടെ ന്യൂ ഇയർ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതൊന്ന് ചെയ്യാൻ പറ്റുള്ളൂ, അതൊന്ന് ചെയ്താൻ പറ്റുള്ളൂ ചെയ്തോളൂ. കാരണം ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പറയാണ്, 1899 രൂപയുള്ളൂ. അത് ആ ഒരു അവസരം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും പരമാവധി ആൾക്കാർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം ഡിസംബർ 30 ആരംഭിക്കാൻ പോണത്. ഇപ്പം ഏകദേശം ഡേറ്റ് ഏകദേശം ആയി തുടങ്ങി. അപ്പം നിങ്ങൾ ഇനി ലേറ്റ് ആക്കരുത്. എല്ലാവരും പരമാവധി അതിലേക്ക് വരാൻ ശ്രമിക്കുക. ഓൺലൈൻ വഴിയാണത്. യെസ്, ഓൺലൈൻ വഴിയാണ്. അതിൽ ഓൺലൈൻ വഴി വരുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ കംപ്ലീറ്റ് ഗോളുകൾ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മൈൻഡിനെ എങ്ങനെ ട്യൂൺ ചെയ്യാൻ പറ്റും, മൈൻഡിൻ്റെ പവർ, സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ. നിങ്ങൾ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ജോസഫ് മർഫി എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട്. വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം. അതിലൊക്കെ പറയുന്ന ഒരുപാട് നല്ല ടെക്നിക്സുകളുണ്ട്, പവർഫുൾ ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. ഈ മെത്തേഡ്സ് പോലുള്ള ലേറ്റസ്റ്റ് ആയിട്ട് മൈൻഡ് ട്രെയിനർമാരും മൈൻഡ് എക്സ്പേർട്സും പറയുന്ന മെത്തേഡ്സുകളുണ്ട് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ മെത്തേഡ്സുകൾ നമുക്ക് എന്ത് ചെയ്യും, ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പഠിക്കാം. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ജോയിൻ ചെയ്യാം. സോ കം ആൻഡ് ജോയിൻ ആൻഡ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ടു സെറ്റ് ന്യൂ ഗോൾസ്. ന്യൂ ഇയറിലെ പുതിയ ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് ആ ഗോളുകൾ എങ്ങനെ അച്ചീവ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം
സക്സസ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. അത് അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വരാം, പ്രോഗ്രാമിലേക്ക് എന്തായാലും വരിക. ചെറിയ ഫീ ഉള്ളൂ. 5 ദിവസത്തെ കോച്ചിങ് ആണ്. മോർണിംഗിലാണ് സെഷൻ നടക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മുടെ ഒരു പ്രോഗ്രാം ഉള്ളത് 13-ാം തീയതി പ്രോഗ്രാം നടക്കുന്നുണ്ട്, സ്റ്റുഡൻസ് പ്രോഗ്രാം. നമ്മൾ 26-ാം തീയതി നടത്താൻ വിചാരിച്ചിരുന്ന പ്രോഗ്രാം നീട്ടി വെച്ചിട്ടുണ്ട് 13-ാം തീയതി. കാരണം പല ആൾക്കാർക്കും വെക്കേഷൻ ആയതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ. അങ്ങനെ അവരുടെ തന്നെ റിക്വസ്റ്റ് പ്രകാരം നമ്മളത് 13-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എനിബഡി ഹു ഇസ് ഇൻട്രസ്റ്റഡ് ഓർ ദർ സ്റ്റുഡൻസ് ക്യാൻ ജോയിൻ. 10ാം ക്ലാസ്സിന് മുകളിലുള്ള, അല്ലെങ്കിൽ അതായത് 11th സ്റ്റാൻഡേർഡ് +1 മുതൽ മുകളിലോട്ടുള്ള സ്റ്റുഡൻസിനാണ് പഠിക്കാനുള്ള പ്രോഗ്രാമാണിത്. യു ക്യാൻ ജോയിൻ ദാറ്റ്. 10th സ്റ്റാൻഡേർഡിലുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യാം, അതിൽ ജോയിൻ ചെയ്യാം, നോ ഇഷ്യൂസ്. പിന്നെ ഗുഡ് മോർണിംഗ്. യെസ്, ചോദിച്ചോളൂ. രൂപേഷാണ് സാർ. ഈ ഗോൾ സെറ്റിങ്ങിന്റെ പറഞ്ഞ മോർണിംഗ് ടൈമിംഗ് എപ്പോഴാണ്? മോർണിംഗ് ടൈമിംഗ് വരുന്നത് ഐ തിങ്ക് ലൈക്ക് ഇറ്റ്സ് 7 to 9. ഓക്കെ ഓക്കെ, താങ്ക് യു. 7 to 9. It will be an amazing program. 7 മണി മുതൽ 9 മണി വരെയുള്ള സമയത്തിനുള്ളിലായിരിക്കും സെഷൻ നടക്കുന്നത്. ഓക്കെ. ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഗോൾ സെറ്റിംഗ് പാക്കേജ് ആണ്. അത് ടോട്ടലി ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരിക്കും. സോ അതിൽ ഒരുപാട് ഡെപ്തിൽ നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ. കം ടു ദ പ്രോഗ്രാം. പ്രോഗ്രാമിലേക്ക് എല്ലാവരും വരിക. ആൻഡ് ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? നിങ്ങൾക്ക് അടുത്ത ആൾക്ക് ഷെയർ ചെയ്യാം. എന്തൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും, എന്തൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും? ഹു ക്യാൻ ഷെയർ? എന്തൊക്കെ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്? യെസ്, പറഞ്ഞോളൂ. രാത്രിയില് നോമ്പ് നോക്കണം. ഓക്കെ. പിന്നെ സ്പിരിച്വൽ സ്പിരിച്വൽ പാത്തിൽ പോകണം. ഓക്കെ, വെരി ഗുഡ്. നേരത്തെ എണീക്കണം. ഓക്കെ, നേരത്തെ എണീക്കണം. വെരി ഗുഡ്. 9:30 കിടക്കണം. 9:30 ആകുമ്പോഴേക്കും കിടക്കണം. വെരി ഗുഡ്. റീഡിംഗ് ബുക്ക്. ഓക്കെ. പിന്നെ 3 ലിറ്റർ വെള്ളം കുടിക്കണം. ഓക്കെ, 3 ലിറ്റർ വെള്ളം കുടിക്കണം. ഓക്കെ, വെരി ഗുഡ്. നേരത്തെ വീട്ടിലത്തെ ജോലികൾ ചെയ്യണം. നേരത്തെ വീട്ടിലെ ജോലികൾ ചെയ്യും. ഓക്കെ. നേരത്തെ സ്കൂളിൽ പോകണം. ഓക്കെ, നേരത്തെ സ്കൂളിൽ പോകണം. ജോലിക്ക് ജോലിക്ക്. ഓക്കെ, വെരി ഗുഡ്. ജോലിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. നേരത്തെ കുളിക്കണം. ഓക്കെ, നേരത്തെ യെസ്, നേരത്തെ വിളിക്കണം, ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. വെരി ഗുഡ്. ഇതൊക്കെയാണ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ? ഓക്കെ. സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്തൊക്കെയാ? അവോയ്ഡ് ഫോൺ യൂസേജ്. അവോയ്ഡ്. ഓക്കെ, ഫോൺ യൂസേജ് കുറക്കണം. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ മൊബൈൽ അവോയ്ഡ് ചെയ്യണം. ഓക്കെ, മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല ഫുഡ് കഴിക്കുന്ന സമയത്ത്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഇത് എല്ലാവർക്കും ജസീല ഇവിടെ പറയുന്ന, അതെ, ജസീല ഇവിടെ പറയുന്ന കാര്യങ്ങൾ പലർക്കും എഴുതി വെക്കാം. നമ്മളുടെ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കുന്നത്. കാരണം വേറൊരാളുടെ അറിവ് നിങ്ങൾക്ക് കിട്ടും. ജസീല ഇപ്പൊ പറയുന്നതൊക്കെ വലിയ വലിയ എന്താ പറയുക, നല്ല നോളജ് ആണ്, പലർക്കും ഉപയോഗിക്കാൻ പറ്റും. സോ ജസീല പറഞ്ഞോളൂ. അൺനെസസറി ജങ്ക് ഫുഡ് കണ്ടാൽ പോഷൻ ആക്കണം. എങ്ങനെ? അൺനെസസറി ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ് കൺട്രോൾ ആക്കണം, പോഷൻ ആക്കി. അതെ അതെ, അൺനെസസറി ആയിട്ടുള്ള അൺഹെൽത്തി ഫുഡുകൾ കൺട്രോൾ ചെയ്യണം അല്ലെ? നേരം വൈകി കിടക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം. നേരം വൈകി കിടക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം. വെരി ഗുഡ്. സ്റ്റോപ്പ് ചെയ്യണം. വെള്ളം കുറവ് കുടിക്കുന്നത്. ഓക്കെ ഓക്കെ, കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു. ഓക്കെ. അതായത് ജസീലക്ക് എന്ന് വെച്ചാല് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. പഴയ ജസീല അല്ല ഇത്. യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. ഒരുപാട് ക്ലാരിറ്റി വന്നിട്ടുണ്ടല്ലോ. വെരി ഗുഡ്. അതെ സാർ, ജസീല ഭയങ്കര മാറ്റാണല്ലോ. അതെ അതെ അതെ, കോഴ്സ് ചെയ്യുന്നുണ്ടാ? ജസീല എന്താ സംഭവിച്ചത്? കോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഷീസ് ചേഞ്ച്. ആ സംസാരത്തിലും അതെ, ആ മെച്യൂരിറ്റി വന്നിട്ടുണ്ട്, പക്വത വന്നിട്ടുണ്ട്. അടിപൊളിയാണ്. താങ്ക് യു. ഐ എം റിയലി ഹാപ്പി ഫോർ പോയിന്റ്സ്, ടോൺ എല്ലാം ഭയങ്കര സൂപ്പർ. എല്ലാം മാറി, പഴയ പോലെ അല്ല. ആ ഒരു സ്ട്രോങ് ആയിട്ടുണ്ട്, കുറച്ചുകൂടി ബോൾഡ് ആയിട്ടുണ്ട്, സംസാരമൊക്കെ മാറി. എല്ലാരും പറയുന്നതാ കമന്റ് സെക്ഷനിലൊക്കെ. എങ്ങനെ? കോഴ്സിന്റെ ആവശ്യമൊന്നും ഇല്ല. എങ്ങനെ മാറിയെന്ന് എനിക്കറിയില്ല. നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ ഡെയിലി? ഇടയ്ക്ക് സമയം കിട്ടാറില്ല. എക്സാം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അതുകൊണ്ടായിരിക്കും. എന്തായാലും ഒന്ന് ഉഷാറായിട്ടുണ്ട്.
അടിപൊളി. പുതിയ ചാലഞ്ചുകളൊക്കെ വന്നതുകൊണ്ടായിരിക്കാം. ഉഷാറായിട്ട് ഇങ്ങനെ പോയാൽ മതി, നല്ല രീതിയിലേക്ക് വരും കേട്ടോ. അപ്ലൈ ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളും. അതാണ് അപ്ലൈ ചെയ്യാറുണ്ട്. വെക്കാറുണ്ട്. Okay, very good. Continue doing it, and we are really proud of you. Thank you, Jasila, for sharing your knowledge with us. Okay. Next ആരാ ഷെയർ ചെയ്യാൻ തയ്യാറുള്ളത്? അബിത മാം ഷെയർ ചെയ്യണം. ഞാന് Wants to share? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്, പറഞ്ഞോളൂ. ഞാന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഞാനിപ്പോ ചെയ്യണ കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് പോകണം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ തുടർച്ചയായിട്ട് പോകണം. എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യാനുണ്ടോ? സ്റ്റോപ്പ് ചെയ്യാനുള്ളത് ഫോണിന്റെ ഉപയോഗം സ്റ്റോപ്പ് ചെയ്ത് വന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളിപ്പോ പറഞ്ഞു സ്റ്റാർട്ട് ആ. ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതല്ല, അത് തുടർന്ന് പോകണം എന്നുള്ള സ്റ്റാർട്ടിങ് അല്ല. അതിന് വേറെ തന്നെ ലിസ്റ്റ് ഉണ്ട്. അത് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ലിസ്റ്റിൽ വരേണ്ടതാണ്. ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ തുടർന്ന് പോകണം. ആ. അതിലെന്തൊക്കെയാണെന്നുള്ളത് അത് എഴുതിയത് മൊത്തം ലിസ്റ്റ്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എഴുതിയത് തുടർച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് തുടർച്ചയായിട്ട് ഒന്നുകൂടി കണ്ടിന്യൂ ചെയ്യണം. അതേപോലെ റിസ്ക് എടുത്തുകൊണ്ടുള്ള കൺസിസ്റ്റൻസി വേണമെന്ന് അല്ലെ, അതാണ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അതേപോലെ റിസ്ക് എടുത്തുകൊണ്ട് തയ്യാറാകണം എന്നുള്ളത്. ഓക്കെ, റിസ്ക് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യണം. തയ്യാറാകണം എന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ബന്ധങ്ങൾ ഒന്നും കൂടി കൊണ്ടുപോകണം എന്നുള്ളത്. ബന്ധങ്ങൾ മെച്ചപ്പെടുത്തി ഒന്നുകൂടെ. ഓക്കെ, വേറെ സ്റ്റോപ്പ് ചെയ്യണേല് ഫോണിന്റെ ഉപയോഗം ആവശ്യമില്ലാതെ നമ്മൾ സംസാരിക്കണത് അതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതുണ്ട്. ആവശ്യമില്ലാതെ സംസാരിക്കുന്ന സ്റ്റോപ്പ് ചെയ്യണം. വെരി ഗുഡ്. ഓക്കെ, മറ്റുള്ളവരുടെ നമ്മളിപ്പോ ചിലപ്പോൾ എന്താ വെച്ചാൽ ആവശ്യമില്ലാതെ അതെന്തുകൊണ്ട് അങ്ങനെ എഴുതാൻ കാരണം? അതുകൊണ്ട് എന്താ നഷ്ടമുള്ളത് ആവശ്യമില്ലാതെ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എക്സാമ്പിൾ പറയണേ, മറ്റു പല നമ്മള് വെറുതെ ഇടപെടാൻ പോകില്ലേ, നമ്മള് ചില കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ അഭിപ്രായം പറയാൻ പോകും. അതെ, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയാൻ പോകേണ്ട ആവശ്യമില്ല, ഇടപെടേണ്ട ആവശ്യമില്ല. ഐ മീൻ റൈറ്റ്? ഓക്കെ, വെരി ഗുഡ്. ആ ലെവലിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന സംഗതികളൊക്കെ ഉണ്ട്. നമ്മുടെ മറ്റൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ, നമ്മുടെ EFT ലൈഫ് മാസ്റ്ററി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. അടുത്ത ബാച്ച് വരുന്നുണ്ട്. ഐ തിങ്ക് ദാറ്റ് ഇസ് ഓഫ്ലൈൻ പ്രോഗ്രാം. ഓക്കെ, നിങ്ങൾ പറയുന്നത് എന്തോ പറഞ്ഞോളൂ. പിന്നെ ഇംപ്രൂവ് ചെയ്യേണ്ട കൂടുതൽ പഠിക്കണം എന്നുള്ളതാണ് ശ്രേണിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെരി ഗുഡ്, വെരി ഗുഡ്. കൂടുതൽ പഠിക്കണം എന്നുള്ളത്. ഓക്കെ, താങ്ക് യു അവിത മാം ഷോർ ഷെയറിങ്. അപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുക, പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ കോച്ചിങ് ഉണ്ട്, ബിസിനസ് കോച്ചിങ് പ്രോഗ്രാം ഉണ്ട്. 1 year ബിസിനസ് കോച്ചിങ് പ്രോഗ്രാം നെക്സ്റ്റ് വീക്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാം. അത് മെൻറ്ററിങ് പ്രോഗ്രാം ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, 8086880771 എന്ന് പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, ഒന്നുകൂടെ ഞാനിവിടെ കമൻറ്റ് ചെയ്യാം. 80, അതല്ല 8086880771 ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക, കോൾ ചെയ്യുക. പേഴ്സണൽ മെൻറ്ററിങ്, എന്നെയായിട്ട് പേഴ്സണലി മെൻറ്റർ ചെയ്ത 1 വർഷത്തെ കോച്ചിങ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നമുക്ക് അതിലേക്ക് ബന്ധപ്പെടാം. കോഴ്സ് ഫീ ഉണ്ടാവും, കുറച്ച് കൂടുതലാണ്. പക്ഷേ പേഴ്സണലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഴ്ചയിൽ 1 ദിവസത്തെ ക്ലാസ് ഉണ്ടാകും. പുറമെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും സംശയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ സാമ്പത്തികമായിട്ട് വലിയൊരു ഗോളൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കൺസൾട്ടിങ് എടുക്കുക. ആൻഡ് ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് കംപ്ലീറ്റ്ലി. സോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വരും ദിവസങ്ങളിൽ പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഇന്നത്തെ ഈ സെഷൻ കൂടെ അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. മറക്കരുത്, ന്യൂ ഇയർ പ്രോഗ്രാം വരുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക 30th കേട്ടോ. ചെറിയ പേയ്മെൻറ്റേ ഉള്ളൂ, 1899 രൂപയുള്ളൂ. കം ആൻഡ് ജോയിൻ, ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു.